ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ക്രിസ്തുനാഥൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായും വിശ്വസിക്കുന്ന ഏവർക്കും അടുത്തിരിക്കുന്നവരുടെ മുഖത്തു നോക്കി കയ്യെത്തും ദൂരത്ത് കൈ കൊടുത്തിട്ട് നമ്മൾക്ക് ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിക്കാം. കയ്യെത്തും ദൂരത്ത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ആഴമായിട്ട് വിശ്വസിക്കുന്നവർ മാത്രമുണ്ട്, അല്ലാത്തവരൊന്നും കൈ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ അതിൻ്റെ ജീവിക്കുന്ന സാക്ഷികൾ ആരായിരിക്കണം? ഈ കൈ കൊടുത്തവരൊക്കെയാണ്. അതുകൊണ്ട് കൈ കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് ജീവിക്കുന്നത് ചത്തവനെ പോലെയാണെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഇല്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഉറപ്പായും വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ ജീവിക്കുന്ന സാക്ഷി ആരാ? നമ്മൾ ഓരോരുത്തരാ, കൈ കൊടുത്തവരൊക്കെയാ. എന്നിട്ടും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോ കൈപ്പേറിയ നൊമ്പരങ്ങളോ വേദനകളോ ഒക്കെ വരുമ്പോൾ എല്ലാം കഴിഞ്ഞു തീർന്നു എന്നും പറഞ്ഞ് ചടഞ്ഞിരിക്കുന്നവനാണ്, മരിച്ചവരെ പോലെ ഇരിക്കുന്നവരാണ് എങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: അവർ അവനെ കുഴിച്ചു മൂടി, എങ്കിലും കുഴിച്ചു മൂടിയവർ അറിഞ്ഞില്ല കുഴിച്ചു മൂടിയത് വിത്തിനെ ആണെന്ന്. വിത്തിനെ കുഴിച്ചു മൂടിയാലുള്ള പ്രശ്നം എന്താ? 3 നാൾക്കപ്പുറം വിത്തിൻ്റെ ഉള്ളിലെ ജീവൻ തൻ്റെ മേൽമണ്ണിനെയൊക്കെ കവഞ്ഞു മാറ്റി പുറത്തു വരും. അപ്പോൾ ക്രിസ്തുവിനെ അവർ കുഴിച്ചു മൂടിയപ്പോഴും ഇവർ അറിഞ്ഞില്ല കുഴിച്ചു മൂടിയതാരെയാ? ജീവനെയാ, ക്രിസ്തുവിനെയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യം നാം ഈ 2000 വർഷങ്ങൾക്കിപ്പുറം ആഘോഷിക്കുമ്പോൾ ക്രിസ്തു സത്യമായും എൻ്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ളത് കൊണ്ടാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇറച്ചിക്കടയിൽ പോയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ച് വേണ്ട വിഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുക്കി നമ്മൾ ഗ്യാരണ്ടിയാ എന്തെന്ന്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഗ്യാരണ്ടിയാ. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പാ അവൻ ഉയർത്തെഴുന്നേറ്റവനാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഉയർപ്പിന് കാര്യമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായിരിക്കണം. അപ്പം അതിന് നാം ചെയ്യേണ്ടത് എന്താ? അവനെ ഇങ്ങനെ ബന്ധിച്ചിരുന്ന കല്ലറയെ അവൻ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഒരു വലിയ കല്ല് ഇങ്ങനെ ഉരുട്ടി വെച്ചിരുന്നു. മഗ്ദലേന മറിയം ഈ ശവകുടീരത്തെങ്കിലേക്ക് വരുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആദ്യം എന്താ? എൻ്റെ കർത്താവിന് എനിക്കൊന്ന് കാണാൻ ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല്. അതെങ്ങനെ ആരെനിക്ക് മാറ്റിത്തരും എന്ന ഒരു വല്ലാത്ത സങ്കടത്തോടെ വരുന്നവൾക്ക് വേണ്ടി അവൾ വരുമ്പോൾ കാണുന്നത് എന്താ? അവിടെ ആ കല്ല് ഇല്ല, അത് ഉരുട്ടി മാറ്റിയിരിക്കുക. അതാര് മാറ്റി? പുറത്തു നിന്നുള്ളൊരുവനല്ല, അകത്തു നിന്നുള്ളവൻ തന്നെ അത് ഉരുട്ടി മാറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിന്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല കല്ലുകളുമുണ്ട്. അതൊക്കെ ആരെങ്കിലും വന്ന് ഉരുട്ടി മാറ്റും എന്ന് കരുതി അതിൻ്റെ കല്ലറയ്ക്കുള്ളിൽ കിടക്കാൻ പോയാൽ അവൻ്റെ 2ാമത്തെ വരവിലും നമ്മൾ കല്ലറയിൽ നിന്ന് പുറത്തു വരില്ല, ഉറപ്പാ. അതുകൊണ്ട്
ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ കല്ലുകളെ എടുത്തു മാറ്റട്ടെ എന്ന് കരുതി കൈയും കെട്ടി ഇരുന്നാൽ ജീവിത അവസാനം വരെ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഉരട്ടി മാറ്റാൻ പുറത്തു നിന്നൊരുവനെ നീ കാത്തിരുന്നാൽ നീ മരിച്ചവന് തുല്യം. അതുകൊണ്ട് കയറ്റി വച്ചിരിക്കുന്ന കല്ല് എടുത്തു മാറ്റേണ്ടത് അകത്തുള്ള നീ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരകനായി പുറത്തുള്ളവരെ അന്വേഷിച്ച് നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. പരിഹാരം വേണോ? നിന്റെ ഉള്ളിൻ്റെ ചൈതന്യം തിരിച്ചറിഞ്ഞ് നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. വെളിച്ചമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പുറത്ത് നാം കൊളുത്തുന്ന വിളക്കുകളല്ല. പുറത്ത് നാം കൊളുത്തുന്ന വിളക്കുകളെ എപ്പോൾ വേണമെങ്കിലും കാറ്റിന് കെടുത്തിക്കളയാം, എപ്പോൾ വേണമെങ്കിലും കൂടെയുള്ളവർക്ക് ഊതിക്കെടുത്തിക്കളയാം. അപ്പോൾ നീ വല്ലാത്ത ഇരുട്ടിലായി പോകും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ വെളിച്ചമെന്നുള്ളത് നിന്റെ അകത്തുള്ള ചൈതന്യമാണ്. അകത്തുള്ള ചൈതന്യത്തെ ഊതിക്കെടുത്താനോ നഷ്ടപ്പെടുത്തി കളയാനോ പുറത്തുള്ള യാതൊന്നിനും കഴിയില്ല. അത് കെട്ടുപോകുന്നുവെങ്കിൽ, അത് അണഞ്ഞു പോകുന്നുവെങ്കിൽ, അകത്തെ വെളിച്ചം കരിന്തിരിയായി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പുറത്തുള്ളവനല്ല, അകത്തുള്ള നീ തന്നെയാണ്. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമായിരിക്കുന്നത്. അകത്തുള്ള വെളിച്ചം അണഞ്ഞു പോയെങ്കിൽ പുറത്ത് നിന്ന് ആരും വന്നത് കത്തിക്കാൻ പോണില്ല. അതകത്തുള്ള ചൈതന്യമായതുകൊണ്ട് തന്നെ നീ തന്നെ പരിശ്രമിക്കണം, അല്ലാതെ മറ്റൊരുവന് അത് കഴിയില്ല. ആ ചൈതന്യം ദൈവം നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സദ്വാർത്ത. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് പുറത്തുള്ളവർ നിനക്ക് വേണ്ടി നൽകുന്ന യാതൊന്നുമല്ല, മറിച്ച് നിന്റെ ഉള്ളിൻ്റെ ചൈതന്യം കെടുത്തിക്കളയാതെ നിനക്ക് എത്ര നാൾ ജീവിക്കുവാൻ പറ്റുന്നുവോ അത്ര നാളും നീ ഉയർപ്പിൻ്റെ മകനാണ്, മകളാണ് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാതാ. മറ്റൊരു സന്ദേശം, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നീ വിശ്വസിക്കുക. ഒരുവന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സങ്കടം എന്താ? മരണമാ. മരണത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉദ്ധാനം നമുക്ക് നൽകുന്ന സദ്വാർത്ത എന്താ? മരണത്തിന് പോലും ഉത്തരമുണ്ട് എന്നുള്ളതാ. മരിച്ചവൻ മൂന്നാം പക്കം ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മരണകാരണമാകുന്ന ഏതൊരവസ്ഥയെയും അതിജീവിക്കുവാൻ 3 ദിവസത്തെ ധ്യാനം കൊണ്ട് നിനക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കലക്കവെള്ളം പോലെയാ. ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നാം വീണ്ടും ആ വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും അതെന്നും കലക്കവെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നത്. നീ ആ കലക്കവെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് നോക്ക്. 3 ദിവസം വേണ്ട, 3 മണിക്കൂർ മതി. അതിലെ മട്ടു മുഴുവനും അടിയിലിങ്ങനെ ഊറും, തെളിനീര് തെളിഞ്ഞ് മുകളിൽ വരും. ഇത്രയേ ഉള്ളൂ. അതിനെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ മരണകരമായ വിഷയങ്ങളെ അതിജീവിക്കുവാൻ മെഡിറ്റേഷൻ, ധ്യാനം, അത് മസ്റ്റാണ് എന്ന് തിരിച്ചറിയും. അതാണ് മരണത്തിൻ്റെ പ്രശ്നം. അതിനെപ്പോലും അതിജീവിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ അവിടുത്തെ മക്കളായ നമുക്കും കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു ചൈതന്യം തിരിച്ചറിഞ്ഞപ്പോഴാ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പിന്നെ എന്താ വിളിച്ചു പറയുന്നത്? പത്രോസും കൂട്ടരും പൗലോസൊക്കെ എന്താ പറയുന്നത്? ഞാൻ ജീവിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി, മരിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി. രണ്ടും നേട്ടമാണെന്ന്. മരണവും ജീവിതവും നേട്ടമായി മാറുന്നത് എപ്പോഴാ? കാരണം ഈ മരണത്തിനപ്പുറത്തുള്ള
ഒരു സ്വർഗത്തിൻ്റെ കാഴ്ച അവർക്ക് ലഭിച്ചതുകൊണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ ഉത്ഥാനവും നമുക്ക് നൽകുന്ന സുവിശേഷം എന്താ? ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ഈ ജീവിതത്തിൻ്റെ യാത്രയെന്ന്. മണ്ണിൽ കുഴിച്ചിടുമ്പോൾ മനുഷ്യർ കരുതിയത് അവൻ്റെ അന്ത്യമാണെന്ന്. എന്നാൽ കുഴിച്ചിട്ട വിത്തിൻ്റെ പുതുനാമ്പിൻ്റെ പുതിയ തുടക്കമായിരുന്നു അത് എന്നുള്ള കാര്യം അവർ അറിയാതെ പോയി. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് മരണമെന്നുള്ളത് പോലും എത്ര സൗഭാഗ്യത്തോടുകൂടെ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യമാണ് എന്നീ വചനം പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഒരു കാല് ഭൂമിയിലും മറുപാദം സ്വർഗത്തിലും വച്ചുകൊണ്ട് വേണം നടക്കാൻ എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ സ്വർഗത്തിൻ്റെ കാഴ്ച, ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രം കണ്ടു നടക്കുന്ന നമ്മോട് ഉയർത്തെഴുന്നേറ്റവൻ പറയുന്നു, മക്കളെ, ഇനി മുതൽ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കൂടെ കണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ടു നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ജീവനും മരണവും പ്രശ്നമല്ല, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ പ്രശ്നമല്ല, ദുരിതങ്ങൾ, യാചനകൾ പ്രശ്നമല്ല. കാരണം എന്താ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജീവിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി, മരിച്ചാലും എൻ്റെ കർത്താവിന് വേണ്ടി. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ കല്ലേറിന്റെ മുന്നിൽ അവൻ പുഞ്ചിരിയോടുകൂടെ നിന്നു. കാരണം എന്താ? വചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, കല്ലേറിന്റെ മുമ്പിൽ അവൻ നോക്കിയത് തന്നെ കല്ലെറിഞ്ഞവരിലേക്കല്ല, മറിച്ച് മുകളിലേക്ക്, സ്വർഗത്തിലേക്ക്. സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ട് ജീവിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ കല്ലേറുകളെ തൃണവൽക്കരിക്കും. അല്ലെങ്കിൽ നമുക്കത് മാത്രമായിരിക്കും സങ്കടം. എന്നെക്കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് പറഞ്ഞു, എൻ്റെ ജീവിതം കട്ടപ്പോക എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം തീർന്നു പോകും. അതുകൊണ്ട് കല്ലേറ് അനുഭവങ്ങളിലേക്കല്ല, കല്ലറ അനുഭവങ്ങളിലേക്കല്ല, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വർഗത്തിൻ്റെ കാഴ്ചകളിലേക്ക് കണ്ടു നടക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ലെന്ന് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൻ്റെ ഏതു പ്രശ്നങ്ങൾക്കും 3 നാൾക്കപ്പുറം പരിഹാരമുണ്ട് എന്ന് നീ വിശ്വസിക്കുക. ഈ 3 നാൾ എന്നുള്ളത് നിന്റെ ഉള്ളിൻ്റെ ചൈതന്യം വീണ്ടും തെളിയിക്കാൻ ദൈവം തന്നിരിക്കുന്ന ദിവസമാണ്, സമയമാണ്. അത് നീയാണ് തീരുമാനിക്കേണ്ടത്. ഈ 3-ാം പക്കം എന്ന് പറയുന്നത് 3 മിനിറ്റാകാം, 3 മണിക്കൂറാകാം, 3 ദിവസമാകാം, 3 വർഷമാകാം, 30 വർഷമാകാം. അത് നിന്റെ ചോയ്സാണ്. ഉള്ളിൻ്റെ ചൈതന്യം കെട്ടുപോയാൽ അത് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ പണ്ട് ഗ്യാസ് അടപ്പൊന്നുമില്ല. വീട്ടിൽ രാവിലെ അമ്മ അടപ്പ് തെളിയിച്ചാൽ പിന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളി അമ്മ ഉരക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താ? എപ്പോൾ വേണമെങ്കിലും കഞ്ഞി വയ്ക്കട്ടെ, കറി വയ്ക്കട്ടെ, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കട്ടെ, അമ്മ ഒരു കുഴൽ തരും. എന്നിട്ട് പറയും, മോനെ പോയിരുന്നൊന്ന് ഊതട. ഊതിക്കഴിയുമ്പോൾ മുകളിൽ കിടക്കുന്ന ചാരം മുഴുവനും ഇത് അപ്രത്യക്ഷമാകും. അടിയിൽ കിടക്കുന്ന തീക്കട്ട ജ്വലിച്ച് തിളങ്ങും. പിന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആവശ്യമില്ല, ഒരു പേപ്പറിൻ്റെ തുണ്ട് വെച്ചു കൊടുത്താൽ മതി, വീണ്ടും അടപ്പ് ആളിക്കത്താൻ തുടങ്ങും. അന്ന് അമ്മ പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ട്, മോനെ അടപ്പ് കത്തിച്ചാൽ പിന്നെ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും ഉപയോഗിക്കരുത്. കാരണം എന്താ? അതിൻ്റെ അടിയിൽ കനലുണ്ട് എന്നുള്ളത് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. മക്കൾ കണ്ടിട്ടില്ലെങ്കിലും അമ്മയാണ് അടപ്പ് കൊളുത്തിയതെങ്കിൽ അടപ്പിൻ്റെ അടിയിൽ അണയാതെ കിടക്കുന്ന ജ്വലിച്ച് തിളങ്ങുന്ന തീക്കട്ടയുണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയാം. മക്കളെ, നമ്മളും ചെയ്യേണ്ടത് ചാരം മൂടിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ജ്വലനം, ചൈതന്യം, അതിനെ വീണ്ടും ജ്വലിപ്പിക്കാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഇരുട്ടനുഭവങ്ങളെ, അന്ധകാരത്തെ, ഭയത്തെ, അപകർഷതയെ ഒക്കെ ഒന്ന്
ഊതിക്കളയാൻ നമുക്കെന്ന് പറ്റുന്നുവോ അന്ന് ഉള്ളിലെ ജ്വലനം, അണയാതെ കിടക്കുന്ന തീക്കട്ട വീണ്ടും ജ്വലിച്ച് തുടങ്ങും. പിന്നെ ആ ഉള്ളിൻ്റെ വെളിച്ചം നിന്നെ വഴി നടത്തുമ്പോൾ പിന്നെ ലോകത്തിൻ്റെ ഒരിരുട്ടും നമ്മെ പേടിപ്പെടുത്തില്ല. കാരണം ഉള്ളിൽ വെളിച്ചമുള്ളപ്പോൾ പോകുന്നിടത്തെല്ലാം വെളിച്ചം തന്നെയായിരിക്കും.